ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ദളപതി 69ൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ്, പിന്നെ ഈ എൽ സി യൂണിവേഴ്സിനെ കുറിച്ച് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. അത് സത്യമാണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൽ സി ഫാൻസിന് വേണ്ടി എൽ സിയുടെ അടിപൊളി പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡക്റ്റ് ടാഗിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നേരെ കണ്ടന്റിലോട്ട് പോകാം. ദളപതി 69ൻ്റെ ഷൂട്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് ചെന്നൈ തന്നെയാണ് ഷൂട്ട് പോകുന്നത്. ഇതുവരെയായി ഒരിടത്തും ഷൂട്ട് നടത്തിയിട്ടില്ല വേറെ ലൊക്കേഷനിൽ പോയിട്ട്. ഈ ഷെഡ്യൂൾ കഴിഞ്ഞാൽ ലൊക്കേഷൻ ചേഞ്ചസ് ഉണ്ടാകുമായിരിക്കാം. നിലവിൽ കുറച്ച് ദിവസമായിട്ട് ആക്ഷൻ സീൻ ഷൂട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 80 പേര് അടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പമാണ് ഫൈറ്റ് സീൻ ഷൂട്ട് നടക്കുന്നത്. അനലാരസുമാണ് സ്റ്റണ്ട് മാസ്റ്റർ എന്ന് നമുക്കറിയാലോ. പിന്നെ വിജയ് ഫൈറ്റ് സീനും ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ഫൈറ്റ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തത്, ഈ എൽ സി എന്ന യൂണിവേഴ്സിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. ലിയോ അങ്ങനെയാണ്, റോളക്സ് ഇങ്ങനെയാണ്, കൈദി 2 ഇങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ പറഞ്ഞ്. സത്യാവസ്ഥ എന്നാൽ ഈ എൽ സി റൂമേഴ്സ് ഒന്നും തന്നെ ട്രസ്റ്റബിൾ അല്ല. ചുമ്മാ ഓരോന്ന് പടച്ചുകൂടിയാണ്. അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എൽ സിയും ശരിക്കുള്ള എൽ സിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മാർവൽ യൂണിവേഴ്സും ഡി സി യൂണിവേഴ്സും കണ്ട് അതുപോലെയൊക്കെ ആകുമെന്നൊക്കെ എഴുതിയിരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. നിലവിൽ ലോകേഷ് കൂലിപ്പടത്തിൻ്റെ വർക്കിലാണുള്ളത്. അതിനുശേഷമാണ് കൈദി 2 തന്നെ ആരംഭിക്കുന്നത്. കൈദി 2 ഷൂട്ട് നടക്കുന്ന നേരത്ത് വരുന്ന റൂമേഴ്സ് എന്തെങ്കിലും കുറച്ച് സത്യമാകും. ഇത് ഷൂട്ട് പോയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പോലും വർക്ക് പോലും നടന്നിട്ടില്ല. അപ്പോഴേക്കും കൈദി 2 ലിയോ ക്യാമി വരുന്നുണ്ട്. ക്ലൈമാക്സിൽ റോളക്സിനെ കൊല്ലാൻ ദില്ലി വിക്രമിനെ ഒരുമിച്ചുണ്ടാകും. ലിയോ ഫാമിലിയെ കൊല്ലും, എന്നിട്ട് ലിയോ ദാസെ തിരിച്ചു വരും. പോസ്റ്റ് പ്രൊഡക്ഷൻ പോലും നടക്കാത്ത പടത്തിനെക്കുറിച്ച് ഇങ്ങനെ വരുന്നത് വൺ ഫേക്കാണ്. സ്ക്രിപ്റ്റ് വർക്കിലുള്ളപ്പോൾ അതിലുള്ള കഥ ആയാലും സീൻസ് ആയാലും ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും മാത്രമാണ് ആ നേരത്തെ അറിയുക. ഷൂട്ട് തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ലീക്കായി റൂമേഴ്സായി ഓരോ ട്രാക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതുവരെ അൺവാണ്ടഡ് എൽ സി റൂമേഴ്സ് ട്രസ്റ്റ് ചെയ്യരുത്, ഹൈപ്പാകരുത്. പ്രത്യേകിച്ച് ലിയോയുടെ കാര്യത്തിൽ വിജയ് ഇപ്പോൾ പൊളിറ്റിക്സ് പോകാൻ വേണ്ടി എല്ലാം നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിൽ പോയിട്ട് കൈദി 2 മുഴുനീള റോളൊന്നും ചെയ്യില്ല. ലിയോ വലിയ റോളുണ്ട് എന്നൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. മുൻപ് ഷൂട്ട് ചെയ്ത സീൻസോ റെഫറൻസോ വോയിസ് ഓവറോ അല്ലെങ്കിൽ ലിയോ മൂലം മറ്റു ക്യാരക്ടേഴ്സോ പ്രതീക്ഷിക്കാമെന്നേ ഉള്ളൂ. ഒരിക്കലും കൺഫേം അല്ല. അപ്പോൾ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന റൂമേഴ്സൊന്നും ഒരിക്കലും ട്രസ്റ്റബിൾ അല്ല. അത് വിശ്വസിച്ച് ഒരിക്കലും ഹൈപ്പാകരുത്. ഒരു പടത്തിന് ഓവർ എക്സ്പെക്ടേഷൻ വന്നാൽ തന്നെ അത് പണിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വരുന്ന റൂമേഴ്സിന് ഒരുപാട് ട്രസ്റ്റ് ചെയ്യാണ്ട് മിനിമം ലെവലിൽ ഇരുന്നാൽ മതി. എന്നാലും കൈദിട്ട് ഷൂട്ട് തുടങ്ങുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് റൂമേഴ്സൊക്കെ വിശ്വസിക്കാമെന്നല്ലാതെ ഒരു ഫ്ലിപ്പ് വരുന്നതും ട്രസ്റ്റബിൾ അല്ല. അപ്പോൾ ഇതാണ് പറയാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അവൾ താഴെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൊള്ളായിരുന്നു. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.